രാവിലെ തീ പിടിപ്പിച്ച് തീ എന്ത് ചെയ്താൽ പിടിക്കുകയില്ലായിരുന്നു. അരി അടുപ്പത്ത് ഇടാൻ വേണ്ടി നോക്കി ഇതത്ത് വരെ തിളച്ചിട്ടില്ല. ഇന്നാണ് ഡയാലിസിനും പോകേണ്ടതായി. എപ്പോൾ വെന്ത് ഞാൻ തിളച്ചു. ഭാഗ്യം. വെന്ത് കുടിച്ചിട്ട് വേണം എനിക്ക് ഡയാലിസിന് പോകാനായിട്ട്. പിന്നെയാണ് ഈ കറികളൊക്കെ ആണെങ്കിൽ പഴയതുണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കാം. അല്ലാതെ ഇനിയിപ്പോൾ എനിക്ക് വയ്ക്കാനൊന്നും വയ്യ, സമയമില്ല വയ്ക്കാനായിട്ട്. ഈ കറി കൂട്ടിയിട്ട് പോകാം. അല്ല അപ്പം എന്തോ ചെയ്യും. എൻ്റെ പണികളൊക്കെ ആണെങ്കിൽ എൻ്റെ ഷാനിയാമോൾ ഇതേ കിടന്ന് ഉറങ്ങണു. എൻ്റെ നിയാമോൾ എന്തിയേ? നിയാമോള് മോളേ, ഇത് അമ്മയുടെ നിയാമോള്. കണ്ടേ, അമ്മയുടെ പെണ്ണ. ഇതേ അമ്മയുടെ നിയാമോള്. ഇങ്ങോട്ട് വന്നീ, അങ്ങോട്ട് അമ്മയുടെ നിയാമോള്. ഇവിടെ ഡയാലിസിന് പോകണം. പണികൾ കഴിഞ്ഞില്ല. അരി എന്തായാലും തിളച്ചു. 1 മണിക്കൂറിനുള്ളിൽ വേഗാന്ന് നമുക്ക് വിചാരിക്കുന്നു. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. തിളച്ച് കിട്ടണോളം വരെയുള്ളൊരു തിളച്ചു. എൻ്റെ അമ്മോ, ഞാൻ എത്ര നേരമായി തീയുടെ ചുവട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ടെന്നറിയാവോ. എനിക്കാണെങ്കിൽ അടുപ്പത്ത് അരി വേവണം, കറികളും അടുപ്പത്ത് തന്നെ വേവണം എന്നാണ് എനിക്കിഷ്ടം. ചട്ടിക്കലവും മൺചട്ടി എല്ലാം അങ്ങനെയൊക്കെ തന്നെ. എനിക്ക് കറികളൊക്കെ അത് അടുപ്പത്ത് വേവണം. എനിക്ക് അടുപ്പത്ത് വയ്ക്കണം ഇഷ്ടം. ഇത്ര വയ്യെങ്കിലും ഞാനത് അടുപ്പത്തുണ്ടാക്കും. ഇനിയിപ്പോൾ കൊച്ചു പോയി തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ചോറൊക്കെ ആയി, കഴിച്ചിട്ട് വേണം ഡയാലിസിന് പോകാൻ. ഓക്കെ, ബായ്. എല്ലാവരും പിന്നെ കാണാം കേട്ടോ. ബുദ്ധിമുട്ട് പണികളൊക്കെ തീർന്നു.